ഇന്നലെ മുതലേ അവനിവിടെ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ കണ്ടിരുന്നു. എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇവൻ നിന്റെ എക്സ് ആയിരുന്നില്ലേ? കൂടെ ഉണ്ടായിരുന്നപ്പോഴേ അവൻ ഭയങ്കര ടോക്സിക് ആയിരുന്നു. എനിക്കിപ്പോൾ അവൻ പറയുന്നൊന്നും കേൾക്കാനുമില്ല, അവനോടൊന്നും പറയാനുമില്ല. ഒരാളോട് കുറേ നേരം വെയിറ്റ് ചെയ്യല്ലേ? അവൻ എന്താ പറയാളെന്ന് കേട്ടുകൂടെ? കേട്ടാ തീർന്നില്ലേ? ഇതെന്തിനു ഹേറ്റ് വെച്ചിറക്കണേ? അവൻ എന്നെ എന്തെങ്കിലും ചെയ്താലോ? എന്ത് ചെയ്യാൻ? വല്ല ആസിഡ് കൊടുത്തൊഴിച്ചാലോ? പിന്നെ ആസിഡ് ഒഴിക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അവൻ ഇത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ചെല്ല്, പോയിട്ട് സംസാരിച്ചിട്ടോ. എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള ആദ്യത്തെ റിലേഷൻ നീ ആയിട്ടായിരുന്നു. അതിൽ ഞാൻ മെച്ചോർഡായിരുന്നില്ല. ഞാൻ വളർന്ന സാഹചര്യം, എന്നെ ചുറ്റിപ്പറ്റിയുള്ള സറൗണ്ടിങ് എനിക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്ന ധാരണ തെറ്റായിരുന്നു. ഞാനത് മനസ്സിലാക്കി വരുമ്പോഴേക്ക് സമയമെടുത്തു. നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. മനസ്സിലാക്കി വന്നപ്പോൾ നീ ഇല്ലാത്ത അവസ്ഥയായി പോയി. ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. എനിക്ക് കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എനിക്കത് നിന്നോട് ഇങ്ങനെ പറയാനല്ലേ പറ്റുള്ളൂ. ഞാനിപ്പോൾ എങ്ങനെയാ അത് ഇപ്പോൾ പ്രൂവ് ചെയ്യുക? എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെറിയൊരു ഹോപ്പ്. ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലാണ്. അതിൽ ഞാൻ കംഫർട്ടബിളാണ്. എന്നോട് സംസാരിക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവനാ എന്നെ പറഞ്ഞു വിട്ടത്. നിൻ്റെ കൂടെ ഞാൻ ഒരിക്കലും ഹാപ്പി ആയിരുന്നില്ല. ശ്വാസം മുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നീ എന്നെ തല്ലിയതിനേക്കാൾ എനിക്ക് ഹേർട്ടായത് നീ എന്നോട് പറഞ്ഞ വേർഡ്സാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നമ്മളൊരാൾക്ക് കൊടുക്കുന്ന കൺസിഡറേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയമാണ്. നിൻ്റെ അടുത്ത് എനിക്കൊന്നും സംസാരിക്കാൻ ഉണ്ടായിരുന്നില്ല. അതിലെല്ലാം ഉണ്ട്. ബ്രോ, ഈ പെൺകുട്ടികൾക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. മറ്റേ ടൈം അവർക്ക് ചോയ്സസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ആൺകുട്ടികൾക്ക് ചോയ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയ റിലേഷൻഷിപ്പിനെ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കും. എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പിൽ ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ തെറ്റുകൾ പറ്റി തിരിച്ചറിയണമല്ലേ വലിയ കാര്യം. ഓക്കെ, പോയിട്ടെന്താ സെറ്റായാ? എടാ, എനിക്കിപ്പോൾ ഒരു റിലേഷൻഷിപ്പൊക്കെ ഇല്ലേ? അത് നീ പൊന്നുപോലെ കൊണ്ടുനടന്നോട്ടാ. അല്ലെങ്കിൽ എന്നെ പോലെ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലട്ടാ.